ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ പ്രവാചകർ എന്ന പഠന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡായ നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇസ്ലാമിൽ ഉലുൽ അസ്മി എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സൂറത്തുൽ അഹ്ഖാഫ് 35-ാമത്തെ ആയത്തിൽ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ ഫലാ തസ്തഅജിൽ ലഹും എന്നുള്ള ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഉലുൽ അസ്മി എന്നുള്ള പദം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൂടെ നൂഹ് അലൈഹിസ്സലാമിനെയും കൂടി ചേർത്തുകൊണ്ടാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നേരിട്ട, പ്രയാസങ്ങൾ നേരിട്ട 4 പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന സബ്ർ പാലിക്കുവാൻ പറയുന്ന ഭാഗത്താണ് ഉലുൽ അസ്മി എന്നുള്ള പ്രയോഗം വരുന്നത്. ഈ 4 പ്രവാചകന്മാരും, ഈ 4 അംബിയാ മുർസലീങ്ങളും, അതായത് ഈസാ അലൈഹിസ്സലാമും, ഇബ്രാഹിം അലൈഹിസ്സലാമും, മൂസ അലൈഹിസ്സലാമും, നൂഹ് അലൈഹിസ്സലാമും അവരവരുടെ ദീർഘകാലഘട്ടത്തിലെ പ്രബോധന മേഖലകളിൽ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുകയും ആ പ്രയാസങ്ങളെയെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി അത് ക്ഷമിക്കുകയും സ്ഥൈര്യം അവലംബിക്കുകയും ഹൃദയദാഢ്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തവർ എന്ന നിലയിലാണ് ഉലുൽ അസ്മി എന്നുള്ള പദപ്രയോഗം പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. സൂറത്ത് അഹ്ഖാഫിലെ 35-ാമത്തെ ആയത്തിൽ നൂഹ് അലൈഹി ഇസ്ലാമിനെയും ചേർത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ, നമുക്കറിയാം, ഏകദേശം 950-ലധികം വർഷം ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രബോധനം നടത്തിയ ഒരു പ്രവാചകൻ എന്ന നിലയിൽ അത്രയും വർഷക്കാലം ദഅവത്തി മേഖലയിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ നീണ്ട വർഷക്കാലത്തെ പ്രബോധനത്തിൻ്റെ ഫലമായി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വന്നു എന്നത് തന്നെ ആ ഒരു കാലയളവിൽ നൂഹ് അലൈഹിസ്സലാം അനുഭവിച്ച പ്രയാസത്തെയും അദ്ദേഹത്തിനുണ്ടായിരുന്ന സബറിനെയും കൂടി ചേർത്ത് വെച്ചത് കൊണ്ടാണ് ഉലുൽ അസ്മി എന്നുള്ള പദപ്രയോഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാമിനെയും കൂടി ചേർത്ത് പഠിപ്പിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാം ഇറാഖിൻ്റെ ആ ഭാഗത്ത് ചേർന്ന് അവിടെ തന്നെ ജനിച്ചു എന്ന രീതിയിലാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇറാഖിൻ്റെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലാണ് എന്ന ചില നിരീക്ഷണങ്ങൾ ബൈബിളിൻ്റെയും അത് മറ്റുള്ള മുൻകാല വേദഗ്രന്ഥങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നൂഹ് എന്നുള്ള പദപ്രയോഗത്തിൽ അതൊരു ഹീബ്രു പഴയ സുറിയാനി പദപ്രയോഗമാണ്. അതിൽ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ കംഫർട്ട് ഉണ്ടാവുക എന്നുള്ളൊരർത്ഥത്തിൽ നിന്നാണ് നുവാഹ് എന്നുള്ള പദത്തിൽ നിന്നാണ് നൂഹ് ഉണ്ടായത് എന്നുള്ള ഒരു ഭാഷാ പഠനം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ചില മുസ്ലിം പണ്ഡിതന്മാർ നൂഹ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്നത് കൂടുതൽ കരഞ്ഞ, ഖിന്നനായ ഒരാളായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ട് ആ ഒരാശയം അതിലുണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 43ഓളം ഭാഗത്താണ് ഡയറക്റ്റായിട്ട് നൂഹ് അലൈഹി ഇസ്ലാമിനെ ഖുർആൻ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആ പ്രബോധനം സ്വാഭാവികമായും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാലഘട്ടത്തെ പ്രബോധനം ഖുർആൻ പരാമർശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉത്തരം നൂഹ് അലൈഹി ഇസ്ലാം നേരിട്ട പ്രശ്നങ്ങളാണ്. അതുമാത്രമല്ല, നൂഹ് അലൈഹി ഇസ്ലാമിനെ പിൽക്കാലത്ത് ബൈബിൾ പോലുള്ള പുതിയ രചനകൾ, തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആധുനിക സമാഹാരങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിളിൽ പോലും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെ പോലും വക്രീകരിക്കുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ചരിത്രത്തെ പോലും മറ്റൊരു ഡയമെൻഷനിലേക്ക്, രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു തിരുത്തും കൂടിയാണ് പരിശുദ്ധ ഖുർആൻ നൂഹ് അലൈഹി ഇസ്ലാമിനെ വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം ഒരു നുബുവത്ത്, ഒരു നബി അല്ലെങ്കിൽ ഒരു റസൂൽ, ഒരു റിസാലത്ത് ലഭിക്കുന്ന ഒരാൾ എത്രത്തോളം സൂക്ഷ്മാലുവാവണം, അതുപോലെ തന്നെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ധാർമ്മിക സദാചാര മേഖലകളിൽ എത്രത്തോളം സൂക്ഷ്മാലുവാവണം, എത്രത്തോളം സൂക്ഷിക്കുന്ന ആളാവണം, എത്രത്തോളം പവിത്രമായ ഒരു ജീവിതം ഉണ്ടാവണം,
അതിൻ്റെ കൂടെ തന്നെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പറയുന്ന ആൾ തന്നെ നന്മയുടെ ഒരു പ്രതിരൂപമായി മാറണം. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാം നുബുവത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു നബി എന്ന് പറയുന്നത് ആ ചുറ്റുപാടുമുള്ള സകലവിധ അധാർമിക സദാചാര വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നും മുക്തമായ ധാർമ്മികതയുടെ ഒരു പ്രതിരൂപമായി മാറുന്ന ഒരു രൂപം എന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാം പ്രവാചകരെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ വേദഗ്രന്ഥങ്ങളിൽ, മുൻകാല വേദഗ്രന്ഥങ്ങൾ കണക്കിലാക്കപ്പെടുന്ന ബൈബിളിലെല്ലാം നൂഹ് അലൈഹി ഇസ്ലാമിനെ ആ രീതിയിലല്ല ചിത്രീകരിക്കുന്നത്. ഉലുൽ അസ്മി എന്ന് ഖുർആൻ പരാമർശിച്ച പദത്തിൻ്റെ ആശയത്തിന് നേരെ എതിരായ ഒരു ചിത്രമാണ് ബൈബിളിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നതും കൊണ്ടും കൂടിയാവാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 43 ഭാഗങ്ങളിൽ വിവിധ സൂറത്തുകളിലായി നീണ്ട ചർച്ചകളിലായി നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെയും അദ്ദേഹത്തിൻ്റെ സംസ്കരണത്തെയും അദ്ദേഹം നേരിട്ട വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് ബൈബിളിൽ എന്ത് വന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. നൂഹ് അലൈഹി ഇസ്ലാം പ്രധാനമായും നേരിട്ട വിഷയങ്ങൾ എന്നത് നമുക്ക് അത് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ പേരിൽ അവതീർണീയമായ സൂറത്ത് നൂഹിൽ തന്നെയാണ്. സൂറത്ത് നൂഹിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം എന്താണ് പ്രധാനമായും പ്രബോധനം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിറ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം നൂഹിനെ അവരുടെ സമൂഹത്തിലേക്ക് നാം അയച്ചു. നിൻ്റെ ആ ഒരു സമൂഹത്തിന് കഠിനമായ ശിക്ഷ വരുന്നതിന് മുമ്പ് അവർക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അയച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ആയത്തുകളിൽ നൂഹ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഖൗമിനോട് പറയുന്നത് ഖാല യാ ഖൗം ഇന്നി ലക്കും നദീറും മുബീൻ. അദ്ദേഹത്തിൻ്റെ ഖൗമിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുവാൻ വന്ന ആളാണ്. അനി അബുദുല്ലാഹ് വത്തഖൂഹു വഅതിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് ഈ സൂറത്തിൽ തന്നെ അടുത്ത 3-ാമത്തെ ആയത്തിൽ നൂഹ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഖൗമിനോട് പറഞ്ഞു എന്ന രീതിയിൽ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് അനി അബുദുല്ലാഹ്, അള്ളാഹുവിനുള്ള ഇബാദത്ത്, വത്തഖൂഹു അവനോട് തഖ്വ കാണിക്കുക, വഅതിഊൻ എന്നെ നിങ്ങൾ അനുസരിക്കുക. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും നൂഹ് അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ഈ നീണ്ട കാലത്തെ ദഅവത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് സൂറത്ത് നൂഹിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതായത് അള്ളാഹുവിനുള്ള അനുസരണവും അള്ളാഹുവിനുള്ള അടിമത്തവും അള്ളാഹുവിനുള്ള ആരാധനയും, അതുപോലെ തന്നെ ആ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട അള്ളാഹുവിനെ സൂക്ഷ്മതയോടെ അള്ളാഹുവിനോടുള്ള തഖ്വ പ്രകടിപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതാഅത്ത്, നൂഹ് അലൈഹി ഇസ്ലാമിനുള്ള അനുസരണം, നൂഹ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുക, നൂഹ് അലൈഹി ഇസ്ലാമിനെ സമ്മതിക്കുക, പ്രവാചകനാണെന്ന് സമ്മതിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഈ 3 കർത്തവ്യമാണ് നൂഹ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതം മുതൽ ആദ്യം മുതൽ അവസാനം വരെയും പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ ചില വിശാല വായനകളാണ് ഖുർആൻ പല ഭാഗത്തും ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ ഈ ഭാഗം പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹ് വത്തഖൂഹു വഅതിഊൻ എന്ന 3-ാമത്തെ ആയത്തിന് ശേഷം സൂറത്തുൽ നൂഹിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട് യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖിർ ലൗ കുൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, അതായത് എന്നെ നിങ്ങൾ അനുസരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് സമ്പൂർണ്ണമായ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം പാപങ്ങളെല്ലാം പുറത്തു തരുമെന്നുള്ളൊരു വിശദീകരണം നമുക്ക് ഈ ആയത്തിൽ കാണുവാൻ കഴിയും. എന്നിട്ട് ബാക്കി വിശദീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൻ്റെ ഒരു സംഭവമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഖാല റബ്ബി നീ ദഅവതു ഖൗമി ലൈലം വനഹാറ. പടച്ചവനെ, റബ്ബേ, ഞാൻ എൻ്റെ ഖൗമിനെ രാത്രിയും പകലുമെന്ന രീതിയിൽ പല രീതിയിൽ ഞാൻ അവർക്ക് ദഅവത്ത് നൽകി. എന്നാൽ ഫലം യസിദും ദുആഇ ഇല്ലാ ഫിറാറ, അവർ കൂടുതൽ ഓടി അകലുക മാത്രമാണ് ചെയ്തത് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ അദ്ദേഹം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തുള്ള ഒരു പരാമർശമായിട്ടാണ് നമുക്ക് ഈ ആയത്തുകളെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ തരത്തിലുള്ള ഒരു പ്രബോധനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഷിർക്കുമായി ബന്ധപ്പെട്ട ആയത്തുകളെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. വദ്, സുവാ, യഊസ്, യഊഖ് പോലുള്ള, അതുപോലെ തന്നെ നസിർ പോലുള്ള വിഗ്രഹങ്ങളെ മുൻകാലങ്ങളിൽ ഒരുപക്ഷെ അവരുടെ കാലത്തുണ്ടായിരുന്ന പ്രമുഖരായ നല്ലവരായ മനുഷ്യന്മാരെ പിന്നീട് അവർ വിഗ്രഹങ്ങളാക്കി മാറ്റുകയും ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതായി നമുക്ക് സൂറത്തു നൂഹിലെ 23-ാമത്തെ ആയത്തിൽ തന്നെ ഇത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഷിർക്കിൻ്റെ ഒരു ലോകം അവർ പടച്ചു വെക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ആ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദുര്യവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, ആ സമൂഹത്തിലുണ്ടായിരുന്ന ഏറ്റക്കുറച്ചിലുകൾ മറ്റ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ജനങ്ങളോട്, അതായത് പാവങ്ങളോട്, ദരിദ്രരോട്, അധികാരമില്ലാത്തവരോട്, സ്ഥാനമാനങ്ങളില്ലാത്തവരോട്, താഴേക്കിടയിലുള്ളവരോട്, മുതിർന്ന ആൾക്കാർ, എലൈറ്റ് എന്ന് വിളിക്കുന്ന മലഅ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സൂറത്ത് ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ മാത്രമല്ല, സൂറത്ത് ഷുഅറയിലും 105 മുതൽ 120 വരെയുള്ള ഭാഗങ്ങളിൽ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഈ സമൂഹത്തോട് നടത്തിയ ഷിർക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ദഅവത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുപോലെ തന്നെ ഈ സമൂഹത്തിലുണ്ടായിരുന്ന മേലേൽക്കിടയിലുള്ള ആൾക്കാർ പാവങ്ങളോട് കാണിച്ചിരുന്ന അവരുടെ പ്രകൃതം, അവരുടെ ക്രൂരത നിറഞ്ഞ മനോഭാവം, അതിനെയൊക്കെ ശക്തമായി വിമർശിക്കുന്ന ഭാഗങ്ങളും സൂറത്ത് ഷൂറയിലെ 105 മുതൽ 120 വരെയുള്ള ആയത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗത്ത് സൂറ ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗം പ്രത്യേകം വിശദീകരിക്കാൻ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖാലൽ മലഉൽ ലദീന കഫറു മിൻ ഖൗമിഹി ലാ മാ നറാക ഇല്ലാ ബശറൻ മസലന വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഅയ് വമാ നറാ ലക്കും അലൈനാ മിൻ ഫദ്ലിൻ ബൽ നദുന്നുക്കും കാദിബീൻ. ഇവിടെ അദ്ദേഹത്തിന് സമൂഹത്തിലുണ്ടായിരുന്ന എലൈറ്റ് ടീം, മുൻപന്തിയിൽ സമൂഹത്തിൻ്റെ അധികാരമുണ്ടായിരുന്ന, സമ്പത്തും ഇൻ്റലക്ച്വലും പല രീതിയിൽ ഉന്നതിയിൽ നിൽക്കുന്നവർ എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ദുരഭിമാനികളായ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശദീകരിക്കുന്നത് അല്ലദീന കഫറു മിൻ ഖൗമിഹി എന്ന രീതിയിലാണ്. കുഫർ കാണിച്ചവർ എന്നുള്ളൊരു വിശദീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കാഫിറുകളായി തീർന്ന മലഅുകൾ നൂഹ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ നൂഹേ, താൻ വെറുമൊരു മനുഷ്യൻ മാത്രമാണ്, ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ്. അതുപോലെ തന്നെ നിന്നെ പിൻപറ്റുന്നവർ സമൂഹത്തിൽ ഒട്ടും അഭിപ്രായങ്ങളൊന്നുമില്ലാത്ത താഴേക്കിടയിലുള്ള അറാദിലാണ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. മ്ലേച്ഛത എന്ന് നമുക്ക് നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന താഴേക്കിടയിലുള്ള ആൾക്കാർ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. ഒട്ടും ചിന്തിക്കാൻ കഴിയാത്ത, ബാദിയ റഈ, ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത, പെട്ടെന്ന് ആ ഒരു ചിന്താശേഷിയൊന്നും ഇല്ലാത്ത ഒരു സമൂഹം എന്ന രീതിയിലാണ് നൂഹ് അലൈഹിസ്സലാമിനെ പിൻപറ്റിയ വിശ്വാസികളെ ഈ എലൈറ്റ് ടീം, മലഅ് എന്ന് പറയുന്ന അധികാരവർഗം, പലതരത്തിൽ അധികാരമുണ്ടായിരുന്ന, സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും പലതരത്തിൽ അധികാരമുണ്ടായിരുന്ന കാഫിറുകളായി തീർന്ന ഈ വർഗം, ഈ വിഭാഗം നൂഹ് അലൈഹിസ്സലാമിനോട് ഇങ്ങനെ പ്രതികരിച്ചിരുന്നു എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ഒരു ചർച്ചയെ ഇവിടെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ അദ്ദേഹം ഇങ്ങനെ വിവിധ കാലഘട്ടത്തിലെ പ്രബോധനം നടത്തിയെങ്കിൽ പോലും ഈ ഒരു പ്രബോധനത്തെ സ്വീകരിക്കാത്ത ആൾക്കാരുടെ പണിഷ്മെൻറ്റിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് സൂറത്തുൽ ഖമർ 9 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ വിശദമായ ഒരു ചർച്ച നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിൽ ഏകദേശം 71 മുതൽ 73 വരെയുള്ള ആയത്തുകളിൽ ആ സമൂഹത്തിലെ ധിക്കാരികളായ വിഭാഗം, ഈ മലഅുകളെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവിടെയും പറയുന്നത്, വളരെ ധിക്കാരികളായ ഒരു വിഭാഗം ഈ നൂഹ് അലൈഹിസ്സലാമിനെ പരിഹസിക്കുകയും ഈ പ്രബോധനം, ഈ പറയുന്ന വർത്തമാനവും നിർത്തിയില്ലെങ്കിൽ, അതുപോലെ തന്നെ ഈ താഴേക്കിടയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം നിർത്തിയില്ല എങ്കിൽ നിന്നെ കല്ലെറിയുമെന്ന രീതിയിലുള്ള ജറം എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപം അല്ലെങ്കിൽ കല്ലെറിയുക എന്നുള്ള ആശയത്തിൽ അവർ നൂഹ് അലൈഹിസ്സലാമിനെ ആക്ഷേപിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ളൊരു പ്രയോഗങ്ങളിലൂടെയാണ് ആ സമൂഹത്തിൻ്റെ, നൂഹ് അലൈഹിസ്സലാമിൻ്റെ
എതിരാളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ആ ഒരു സമൂഹത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ, അവരേതൊക്കെ തരത്തിലാണ് അള്ളാഹുവിനോട് ധിക്കാരം പുലർത്തിയിരുന്നത് എന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ ഭാഗങ്ങളിലായി പരിചയപ്പെടുത്തുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ഖുർആനിൽ തന്നെ നൂഹ് അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ വിശദീകരിക്കുമ്പോൾ ദുൽമ് എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ക്രമം തെറ്റിക്കുന്ന, നൂഹ് അലൈഹി സ്വലാമിന് മുമ്പിൽ വഹി നൽകുകയും ആ വഹി അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും എന്നാൽ ആ കൽപ്പനയ്ക്ക് നേരെ എതിര് നിൽക്കുന്ന ഒരു സമൂഹം, അങ്ങനെ ആ സമൂഹത്തിനോട്, അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാമിനോട് എല്ലാ തരത്തിലുമുള്ള ഒരു ദുൽമ് പ്രകടിപ്പിക്കുന്ന, അക്രമവും അതിക്രമവും പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ കദ്ദബത്ത് ഖൗമ് എന്ന രീതിയിൽ നൂഹ് അലൈഹി സ്വലാമിൻ്റെ കൗമ് അദ്ദേഹത്തെ അസത്യപ്പെടുത്തി തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു കളഞ്ഞു എന്നുള്ള തക്ദീബ് എന്നുള്ള പദം ഉപയോഗിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. മറ്റു ചില ഭാഗങ്ങളിൽ ഖൗമുൻ ഫാസിഖുൻ, വളരെ അധർമ്മികളായ, ഫാസിഖുകളായ, അധർമ്മം പുലർത്തുന്ന, നാശമുണ്ടാക്കുന്ന ഒരു കൗം എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും മറ്റൊരു ഭാഗത്ത് അത്ഗ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് അവർ അതിക്രമികളായി ക്രമം തെറ്റിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച എല്ലാ ഹദ്ദുകളെയും ആ ക്രമങ്ങളെയും പരിധികളെയും ബ്രേക്ക് ചെയ്യുന്ന ഒരു ഭാഗമായി മാറി എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഈ എല്ലാ പദങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഫഖാലൽ മാലുല്ലദീന കഫറു മിൻഹു എന്ന രീതിയിൽ കുഫർ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടും നൂഹ് അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂഹ് അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ കൗമിനോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് യഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, അല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് പൂർണ്ണമായും ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഒരു പദപ്രയോഗം പല ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ നൂഹ് അലൈഹി സ്വലാമിൻ്റെ സംഭവം വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് എങ്ങനെയാണ് നൂഹ് അലൈഹി സ്വലാമിൻ്റെ ദഅവത്ത്, അദ്ദേഹത്തിൻ്റെ പ്രബോധനം, അദ്ദേഹത്തിൻ്റെ നുബുവത്തും റിസാലത്തും അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ സ്വീകരിച്ചത് എന്നുള്ളൊരു ചർച്ച പരിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്നുണ്ട്. അവിടെ നമുക്ക് സൂറത്ത് തഹ്രീമിൽ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വ ഇംറഅത ലൂത്ത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ കാഫിറുകൾക്ക് നല്ലൊരു ഉദാഹരണം നാം കാണിച്ചു തരാം. അള്ളാഹു കാണിച്ചു തരുന്നത് രണ്ട് സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് അത് നൂഹ് അലൈഹി സ്വലാമിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടാണ്, മറ്റൊന്ന് ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ഭാര്യയെ കുറിച്ചിട്ടാണ്. ഇവർ രണ്ടുപേരും നമുക്കറിയാം ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലുണ്ടായിരുന്ന ഒരുപാട് അധാർമികമായ പ്രശ്നങ്ങളോട് ചേർത്തുകൊണ്ടാണ് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ അധാർമികളായി മാറി എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സദാചാരമില്ലാത്തവരായിരുന്നു അവരുടെ ഭാര്യമാർ എന്നതിൻ്റെ അപ്പുറം അവരുടെ ഭർത്താക്കന്മാരായ, അതായത് ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും നൂഹ് അലൈഹി ഇസ്ലാമിനെയും ധിക്കരിച്ച സ്ത്രീകളായിരുന്നു. അതായത് നൂഹ് അലൈഹി ഇസ്ലാമിനും ലൂത്ത് അലൈഹി ഇസ്ലാമിനും അള്ളാഹു കൊടുത്ത നുബുവത്തിനെ അംഗീകരിക്കാതിരുന്ന ആൾക്കാരായിരുന്നു എന്ന രീതിയിലാണ് ഈ ഭാര്യമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഫഖാനത ലഹുമ എന്നുള്ള ആയത്തിൽ, ഈ സൂറത്ത് തഹ്രീമിലെ 10-ാമത്തെ ആയത്തിൽ തന്നെ ഫഖാനത ലഹുമ എന്ന് പറയുന്നത് അവരെ വഞ്ചിച്ചു എന്നുള്ള പദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ വഞ്ചന എന്ന് ഉദ്ദേശിക്കുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിനെയും ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും അവരുടെ നുബുവത്തിനെയും അവരുടെ ദഅവത്തിനെയും തള്ളിക്കളയുകയും അവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സമീപനത്തെയും എതിര് പ്രവർത്തിച്ചു എന്നുള്ളതിനെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവരുടെ ഭാര്യമാരെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ മകനെ വിശദീകരിക്കുന്നതായും മകൻ്റെ ആ കാഴ്ചപ്പാടിനെ വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം നൂഹ് അലൈഹി ഇസ്ലാമിനെതിരെ വന്ന ശിക്ഷ, ആ സമൂഹത്തിനെതിരെ വന്ന ശിക്ഷ നീണ്ട കാലത്തെ 950-ലധികം വർഷക്കാലം നൂഹ് അലൈഹി സ്വലാം പ്രബോധനം നടത്തിയെന്നാണ് അൻകബൂത്തിലെ 15-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ
ഒരു 50 വർഷത്തിനൊഴികെ 1950 വർഷം അദ്ദേഹം അവർക്കിടയിലുണ്ടായിരുന്നു എന്നുള്ള പരാമർശമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം വെക്കുന്നുണ്ട്. അതായത് ബൈബിളിൽ ഇദ്ദേഹം എത്ര കാലം പ്രബോധനം നടത്തി എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ ബൈബിൾ ചില ഭാഗങ്ങളിൽ ഉൽപ്പത്തി ഭാഗത്തിൽ വിശദീകരിക്കുന്നത്, ജനസിസിൽ വിശദീകരിക്കുന്നത് നൂഹ് അലൈഹിസ്സലാം പ്രളയത്തിന് മുമ്പ് 60 വർഷക്കാലം ജീവിക്കുകയും പ്രളയത്തിന് ശേഷം 350 വർഷക്കാലം ജീവിക്കുകയും ചെയ്തു എന്നുള്ളൊരു കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഖുർആനിൽ ആ ഒരു കണക്ക് നമുക്ക് കാണുവാൻ കഴിയില്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, മൗലാന മൗദൂദി അടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധന ഘട്ടമാവാം 950 വർഷം. അതിനുശേഷവും പിന്നീട് 1000-നുള്ളിൽ തന്നെ വർഷത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കാം എന്ന ഒരു കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇത്രയും കാലം പ്രബോധനം നടത്തിയ ഒരു മനുഷ്യൻ, അതിനുശേഷം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രളയമുണ്ടാക്കുകയും ആദ്യം ഒരു ഉറവിടത്തിൽ ഫാറത്തന്നൂർ എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു ഉറവിടത്തിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിക്കുകയും പിന്നീട് കൂറ്റൻ മഴകൾ പെയ്യുകയും അങ്ങനെ അത് വലിയൊരു പ്രളയമായി മാറുകയും ചെയ്യുന്ന ഒരു വിശദീകരണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ മറ്റൊരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത് നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് ഒരു കപ്പൽ പണിയുവാൻ കൽപ്പിക്കുകയും ഒരു ഉയർന്ന കുന്നിൻ്റെ മുകളിൽ അദ്ദേഹം കപ്പൽ പണിയുകയും ഇത് കണ്ട് അവിടുത്തെ വലിയ മല എന്ന് നേരത്തെ വിശദീകരിച്ച വിഭാഗങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തയ്യാറായവരെല്ലാവരും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ആ ആക്ഷേപങ്ങളൊക്കെ സഹിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിലാണ് നൂഹ് അലൈഹിസ്സലാമിനെ ഖുർആനിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യ, നേരത്തെ വിശദീകരിച്ച സൂറത്ത് തഹരീമിൽ വിശദീകരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും എതിർനിന്നു. അതുപോലെ തന്നെ ഇവിടെ സൂറത്തുൽ ഹൂദിൽ ഏകദേശം 45, 46, 47 ആയത്തുകളിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു സമീപനവും ഇവിടെ വിശദീകരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. ഇത്രത്തോളം ആക്ഷേപങ്ങളോ ആക്ഷേപശരങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന, പീഡനങ്ങളേക്കുന്ന, ബുദ്ധിമുട്ട് നേക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പോലും നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഒരു മകനെയും പരാമർശിക്കുന്നത്. ഇവിടെ പറയുന്നത് ഫനാദാ നൂഹ് റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ഇബ്നി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാക്കിമീൻ. ഇവിടെ നൂഹ് അലൈഹിസ്സലാം പറയുന്നത്, അതായത് പ്രളയമുണ്ടാവുകയും എല്ലാവരും മുങ്ങിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മകനും ആ ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനെ ഇതെൻ്റെ മകനാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ, എൻ്റെ ഫാമിലിയിൽപ്പെട്ടവനാണല്ലോ, അത് ഒന്ന് രക്ഷിക്കണമെന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സൂറത്ത് ഹൂദ് 45-ാമത്തെ ആയത്തിൽ നൂഹ് അലൈഹിസ്സലാം അത് പറയുന്നത്. എന്നാൽ അള്ളാഹു അതിന് മറുപടി പറയുന്നത് ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നിൻ്റെ മകൻ നിൻ്റെ ഫാമിലിയിൽ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറ സാലിഹ്, അവൻ്റെ എല്ലാ പ്രവർത്തനവും ഒട്ടും ഉപകാരമില്ലാത്ത സ്വാലിഹല്ലാത്ത പ്രവർത്തനമാണ്. വലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമു, അതുകൊണ്ട് പ്രത്യേകിച്ച് ധാരണയില്ലാത്ത കാര്യങ്ങൾ, വിവരമില്ലാത്ത കാര്യത്തിൽ എന്നോട് ആവശ്യപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, അതുകൊണ്ട് ജാഹിലുകളാവുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കൽപ്പിക്കുന്നു, വാൺ ചെയ്യുന്നു, മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളൊരു പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിന് തൊട്ട് സംഭവത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രതികരണത്തെയും കൂടി അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നൂഹ് അലൈഹിസ്സലാം പറയുന്നത്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വാണിംഗ് നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും വേണ്ടാതെ ചോദിക്കരുതെന്ന് പറയുന്നു. നിൻ്റെ ഫാമിലിയിൽപ്പെട്ടവനല്ല ഈ മകൻ, ധിക്കാരിയായ ഈ മകൻ എന്ന് വിശദീകരിക്കുന്നു. എന്ന് പറയുന്ന സാഹചര്യത്തിൽ നൂഹ് അലൈഹിസ്സലാം പെട്ടെന്ന് മറുപടി പറയുന്നത് ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്ലുക മാ ലൈസ ലി ബിഹി ഇൽമ, പടച്ചവനെ എനിക്കറിവില്ലാത്ത കാര്യത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. വഇല്ലാ തഗ്ഫിർലി വതർഹംനി വഅകും മിനൽ ഖാസിരീൻ, പടച്ചവനെ നീ എനിക്ക് പുറത്തു തന്നില്ല എങ്കിൽ, എന്നോട് കാരുണ്യം കാണിച്ചില്ല എങ്കിൽ ഞാൻ നഷ്ടകാരികളിൽ പെട്ടവനായി മാറും എന്നുള്ളൊരു വിശദീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൊന്ന് ആലോചിച്ച് നോക്കുക. 950-ലധികം വർഷം, ഏകദേശം അത്രത്തോളം വർഷം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ആൾക്കാർ പോലും ഇല്ലാതിരുന്നപ്പോൾ സ്വന്തം മകന് വേണ്ടി, മുങ്ങിത്താഴുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു വാണിംഗ് ചെയ്തതിൻ്റെ തൊട്ട് ശേഷം തന്നെ
അത് മറക്കുകയും അള്ളാഹു എന്ന് പറയുന്ന ആശയത്തിലേക്കും തൗഹീദിലേക്കും ആ കർത്തവ്യത്തിലേക്കും പെട്ടെന്ന് മടങ്ങുന്ന, ക്ഷമാലുവായി മടങ്ങുന്ന നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചിത്രമാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂറത്ത് ഹൂദിലെ 45, 46, 47 ആയത്തുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തെ, ഭാര്യയെക്കുറിച്ചും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മകനെക്കുറിച്ചും ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ വരുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത്, ആ സംഭവത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക എന്നുള്ളൊരു ആശയമാണ് പഠിപ്പിക്കുന്നത്. കുടുംബക്കാരായ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തുടങ്ങുമ്പോഴും അബൂലഹബ് അടക്കമുള്ള മൂത്താപ്പ സ്ഥാനത്തുള്ള നിരവധി ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും പീഡിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സാഹചര്യത്തിലെല്ലാം ഇങ്ങനെയുള്ള ആയത്തുകൾ ഇറക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല മുൻകാല സമൂഹത്തിനും ഇതുപോലെ വളരെ ഖിന്നത നിറഞ്ഞ, ബുദ്ധിമുട്ട് നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 163-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹ്. ബാക്കിയുള്ള നബിമാരെയും പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബാക്കിയുള്ള നബിമാർക്കും അതുപോലെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാമിനും അവതരിച്ച പോലുള്ള വഹയാണ് നാം താങ്കൾക്കും നൽകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഒരേ സന്ദേശം എല്ലാവർക്കും ലഭിക്കുന്നു. ഒരേപോലെ തന്നെ പല പ്രവാചകന്മാർക്കും ഒരുപോലെ ധാരാളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു. ആ സാഹചര്യത്തിലെല്ലാം ക്ഷമിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉലുൽ അസ്മി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മുടെ മുന്നിലേക്കും വെച്ച് തരുന്നത്, നമ്മുടെ ഒരു പ്രബോധന മേഖലകളിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതെല്ലാം നേരിടുകയും അതിൻ്റെ കൂടെ വേണ്ട സ്ഥൈര്യതയും ഹൃദയദാഢ്യതയും സബറും സൂക്ഷിക്കേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയും വർഷക്കാലമുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെയും അവസാനം ഈ സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്ന് നമുക്ക് അറിയാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് നൂഹിൽ 5 മുതലുള്ള ഭാഗങ്ങളിൽ ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. നൂഹ് അലൈഹി ഇസ്ലാം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഖൗമിനെ രാവും പകലും എന്നില്ലാതെ ദഅവത്ത് നടത്തി. വലം യസീദ് ലഹും ദുആഇ ഇല്ലാ ഫിറാറ. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ദാവത്തിൽ നിന്ന് ഓടി അകലുക മാത്രമാണ് ചെയ്തത്. വ ഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഹും ഫി ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് വീണ്ടും പറയുന്നത്, ഞാൻ എപ്പോഴൊക്കെയും അവരുടെ തെറ്റുകൾക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി അവരൊക്കെ ഞാൻ എപ്പോഴൊക്കെ ക്ഷണിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴൊക്കെയും ഈ സമൂഹം അവരുടെ ചെവികളിൽ വിരലുകൾ വെക്കുകയും വസ്ത്രം കൊണ്ട് മൂടുകയും അതുപോലെ തന്നെ അവർ കൂടുതൽ ഇടുങ്ങിയ മനോഭാവം ഉണ്ടാവുകയും കൂടുതൽ ഇസ്തിക്ബാർ കാണിക്കുന്ന, അതുപോലെ തന്നെ അഹങ്കാരികളായി മാറുന്ന ഒരു ചിത്രീകരണമാണ് നൂഹ് അലൈഹി ഇസ്ലാം അവരെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ഇന്നി ദഅവതുഹും ജിഹാറ. അവരെ ഞാൻ വളരെ ഓപ്പണായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാം ദഅവത്ത് നടത്തി. സുമ്മ ഇന്നി അഅലൻതു ലഹും വ അസ്റർതു ലഹും ഇസ്റാറ. അവരെ പരസ്യമായും അവരെ രഹസ്യമായും നാം പ്രബോധനം നടത്തി. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തരുന്നവനാണ് എന്ന് പല രീതിയിൽ വിശദീകരിച്ചിട്ട് പോലും ഈ സമൂഹം അംഗീകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അവസാനം നൂഹ് അലൈഹിസ്സലാം അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ പിന്നീട് ബാക്കിയുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്, എന്നിട്ട് പോലും ഈ ഖൗമ് അത് സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവസാനം 21-ാമത്തെ ആയത്തിൽ നൂഹ് അലൈഹിസ്സലാം സൂറത്ത് നൂഹിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്, ഖാല നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, അതായത് പ്രാർത്ഥിച്ചു, കരഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നഹും അസൗനി, ഈ
ആൾക്കാർ എന്നെ ധിക്കരിച്ചു. വത്തബഉ മല്ലം യസിദ് ലഹു മാലഹു വവലദുഹു ഇല്ലാ ഖസാറ. ഇവർ വേണ്ടാത്ത അതായത് അവർ നശീകരിക്കാൻ പറ്റുന്ന, അവരെ നശിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതിനെയാണ് അവർ പിൻപറ്റിയത്. വ മക്രു മക്രൻ കുബ്ബാറ. അവർ ഒരുപാട് കുതന്ത്രങ്ങൾ ഉണ്ടാക്കി എന്ന രീതിയിൽ പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പറയുന്നത് 23-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്ന ഫഖാലു. എന്നിട്ട് അവർ പറയുന്നത് ഈ വിഭാഗത്തിൻ്റെ ആൾക്കാരുടെ ഒരു പ്രതികരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ ഈ പറയുന്ന വഖാലു ലാ തദർന ഇലാ ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഉം വലാ യഊസ വയഖൂബ് വനസ്ര. അതായത് വദ്ദും സുവാവും യഊസും യൗക്കും നസ്രടക്കമുള്ള ഈ വിഗ്രഹങ്ങളെയൊന്നും നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് ഈ ബാക്കിയുള്ള ജനങ്ങളോട് പറഞ്ഞു എന്ന് നൂഹ് അലൈഹിസ്സലാം ഇവിടെ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂഹിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ഇവരുടെ ഈ അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ശിക്ഷയ്ക്ക് ശേഷം വേറൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, എങ്ങനെയാണ് ബൈബിൾ നൂഹ് അലൈഹി ഇസ്ലാമിനെ ചിത്രീകരിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ ഉൽപ്പത്തി ഭാഗത്ത് നൂഹ് അലൈഹി ഇസ്ലാമിനെ ചിത്രീകരിക്കുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളായി അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ജീവിവർഗത്തിനോടൊപ്പം ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തിലുള്ള സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞന്മാർ ചില ആൾക്കാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് മാത്രമാണ് ഒരു വംശപരമ്പര ഉണ്ടായതെന്ന രീതിയിലേക്കുള്ള ഒരു വായനയിലേക്കും എത്തിച്ചേർന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അതാണ് ഒരു വായന. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ആ രീതിയിലല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ നൂഹ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച വമൻ ആമന എന്ന രീതിയിൽ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു കപ്പലിൽ അദ്ദേഹത്തിനെ വിശ്വസിച്ചവരും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മക്കൾ മാത്രമല്ല. കാരണം പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച പോലെ ഒരു മകൻ്റെ ധിക്കാരത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പത്നിയുടെ ധിക്കാരത്തെയും ഇവിടെ ബൈബിൾ പരാമർശിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും നീചമായ രീതിയിൽ നൂഹ് അലൈഹി ഇസ്ലാമിനെ ബൈബിൾ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നൂഹ് അലൈഹി ഇസ്ലാം ഈ പ്രളയമൊക്കെ ശേഷം അദ്ദേഹം അവിടെ താമസിക്കുകയും ആ ഒരു ഭാഗത്ത് അദ്ദേഹം വളരെ മദ്യപനായി തീരുകയും അതുപോലെ തന്നെ ആദ്യമായി ഒരു വീഞ്ഞുണ്ടാക്കുന്ന ഒരാളായി നൂഹ് അലൈഹി ഇസ്ലാമായി മാറുകയും ചെയ്തു എന്ന രീതിയിൽ ഉൽപ്പത്തി ജനസിസ് 8-20 ഭാഗങ്ങളിൽ സൂക്തങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ജനസിസ് 9-ാം ഭാഗത്തിൽ 20 മുതൽ 21 വരെയുള്ള സൂക്തങ്ങളിൽ അതാണ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വിശദീകരണം ആ ഭാഗത്ത് തന്നെ കാണുന്നത് 22 മുതൽ 26 വരെയുള്ള 9-ാം ചാപ്റ്ററിൻ്റെ ഭാഗത്ത് വിശദീകരിക്കുന്നത് നൂഹ് അലൈഹി സ്വലാം നഗ്നനായി മദ്യപനായി കിടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ ഹാം അത് കാണുകയും ബാക്കിയുള്ള മക്കളോട് അവർ ചെന്ന് പറയുകയും ചെയ്യുന്ന ഭാഗത്താൽ അതിൽ കോപിഷ്ഠനായി അദ്ദേഹത്തിൻ്റെ മകനെ ശപിക്കുകയും ആ ഹാമിൻ്റെ വംശപരമ്പരയിലുള്ള കനാനെയും ബാക്കിയുള്ളവരെല്ലാം ശപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്ന രീതിയിലാണ് നൂഹ് അലൈഹി സ്വലാമിനെ ബൈബിളിൽ പരാമർശിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നൂഹ് അലൈഹി സ്വലാം എന്നത് അല്ലെങ്കിൽ ഖുർആൻ ഒരു നുബുവത്തിനെ അല്ലെങ്കിൽ ഒരു നബിയെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും നല്ലവനായ, ഏറ്റവും സമൂഹത്തിൽ ധാർമ്മികതയുടെ, ഉത്തരവാദിത്വത്തിൻ്റെ, അതുപോലെ തന്നെ സദാചാരത്തിൻ്റെ നല്ലൊരു പ്രതിരൂപം എന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ബൈബിളിൽ നൂഹ് അലൈഹി ഇസ്ലാമിനെ പോലെ ബാക്കിയുള്ള പല പ്രവാചകന്മാരെയും ഇതുപോലെ അധാർമികതയുടെ ഒരു രൂപമായി പരിചയപ്പെടുന്നത് എന്നതും കൊണ്ടും കൂടിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഭാഗങ്ങളിൽ മുൻകാല പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ ആ ബൈബിളിൻ്റെ വാദങ്ങളെ തിരുത്തുകയും ശരിയായ രീതിയിൽ പ്രവാചകൻ്റെ രൂപത്തെയും ക്യാരക്ടറിനെയും സ്വഭാവത്തെയും പരിചയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലുള്ള പഠനമാണ് ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബൈബിളിലെ മുൻകാല വേദഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന ആൾക്കാരുടെയും ചരിത്ര വായനകളെ നിരസിച്ചുകൊണ്ട് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. നീണ്ട കാലത്തെ പ്രബോധനം നടത്തിയ നൂഹ് അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആനിൽ പല പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ അബ്ദൻ ഷക്കൂറ,
നന്ദിയുള്ള അടിമ എന്ന രീതിയിൽ ഒരു പ്രയോഗം കാണുവാൻ. അതുപോലെ തന്നെ നദീർ മുബീൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന ഒരാൾ എന്ന നിലയിൽ. അതുപോലെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് സലാമുൻ അലാ നൂഹൻ ഫിൽ ആലമീൻ, നൂഹ് അലൈഹി ഇസ്ലാമിന് സലാം ഉണ്ടാവട്ടെ എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ നൂഹ് അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതും കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബറിൻ്റെ രൂപമായ, അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തിൻ്റെ അസമിൻ്റെ ഒരു രൂപം എന്ന രീതിയിലും കൂടിയാണ് നൂഹ് അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു തരത്തിൽ പരിശുദ്ധ ഖുർആൻ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം പരിചയപ്പെടുത്തുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങൾക്കും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും സ്ഥൈര്യവും സബറും പാലിക്കണമെന്നുമുള്ള പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകർന്നു നൽകുന്നത്. ആ പാഠമാണ് പിൽക്കാല മുസ്ലിം സമൂഹങ്ങളായ എല്ലാവർക്കും, ഇനി വരുംകാല സമൂഹത്തിന് എല്ലാവർക്കും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ സബറും സ്ഥൈര്യവും അദ്ദേഹത്തിൻ്റെ ഇതാഅത്തും അദ്ദേഹത്തിൻ്റെ അനുസരണവും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അതിനുവേണ്ടി അദ്ദേഹം ചെലവഴിച്ച സമയവും പിൽക്കാല സമൂഹത്തിനുമുള്ള ഒരു പാഠമെന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.